ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് തന്നം ചെട്ടിനാട് സ്റ്റൈൽ റൈസ് ബിരിയാണി മസാല വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. 20 മിനിറ്റ് കൊണ്ട് ആകുന്നതാണ് ഇവർ പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് വയ്ക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ 150 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ റൈസ് ആദ്യം 700 ml വെള്ളത്തിൽ 10 മിനിറ്റ് കുതിർത്ത് വെക്കണം കേട്ടോ. അതിനുശേഷം തക്കാളിയും വലിയ ഉള്ളിയൊക്കെ ഒന്ന് എന്താ പറയുക ഗ്രേവി പരുവത്തിലാക്കി വഴറ്റിയെടുക്കണം കേട്ടോ. അത് മാത്രം മതി, ബാക്കി മസാലകളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിലേക്ക് 500 ഗ്രാം ചിക്കൻ കഴുകിയത് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ 700 ഗ്രാം വെള്ളത്തിലിട്ട അരി ഉണ്ടല്ലോ, അത് എന്നിട്ട് നമ്മൾ ഈ ഇതിനോടൊപ്പം ആഡ് ചെയ്യണം. അപ്പോൾ ആ വെള്ളവും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. അതിൽ നന്നായിട്ട് മസാല ഉണ്ടാകും. എന്നിട്ട് ഒരു 2 വിസിൽ വയ്ക്കുക. അതിന് ശേഷം ഇറക്കിയിട്ട് നമുക്ക് നെയ്യ് വേണമെങ്കിൽ ഒഴിക്കാം, അല്ലെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണമെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. 450 ഗ്രാമാണ് കേട്ടോ ഇതിലുള്ളത്. അപ്പോൾ ഞാൻ പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് പൊട്ടിച്ചിട്ട് ആദ്യം 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഒരു 700 ml വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 ലിറ്ററും പിന്നെ ഒരു 200 ഇതും വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ കൂട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബിരിയാണീൻ്റെ കണ്ടില്ലേ, നന്നായിട്ട് കളറൊക്കെ വരുന്നുണ്ട്. ബിരിയാണി എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആദ്യമായിട്ട് വയ്ക്കുകയാണ്. അപ്പോൾ വെച്ചവരൊക്കെ ഉണ്ടാവില്ലേ, ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ വെച്ചവരുണ്ടെങ്കിൽ. അപ്പോൾ നന്നായിട്ട് എല്ലാം തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ അടിയിലൊക്കെ മസാല ഉണ്ടെങ്കിൽ ചിലപ്പോൾ സെറ്റാകാതെ വരും, നമ്മൾ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നന്നായിട്ട് തട്ടി കൊടുക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഒരു 10 മിനിറ്റ് കുതിരാൻ വയ്ക്കണം കേട്ടോ. ഞാൻ അടച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് വലിയ ഉള്ളി ഞാനൊരു 3 എടുത്തിട്ടുണ്ട്. തക്കാളി ഒരു 2 എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അരിഞ്ഞെടുക്കുക, നമ്മൾ സാധാ ബിരിയാണിക്ക് അരിയും പോലെ. അപ്പോൾ 500 ഗ്രാം ചിക്കന് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ലെഗ് പീസുണ്ട്. അപ്പോൾ ചട്ടി ചൂടായപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് അധികം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ, ഞാൻ ഉണ്ടാക്കി വെച്ചൊക്കെ കഴിഞ്ഞു. അതുകൊണ്ടാണ് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്തത്. അപ്പോൾ അതിലേക്ക് ഞാൻ വലിയുള്ളി അരി വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് നമുക്കിത് മൂപ്പിച്ചെടുക്കണം. ഒന്ന് ഗ്രേവി പരുവത്തിലാക്കിയെടുക്കണം കേട്ടോ, തക്കാളി ഇതും കൂടെ. അപ്പോൾ പെട്ടെന്ന് മൂപ്പിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് മൂത്ത് കിട്ടുമല്ലോ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് എന്താ പറയുക എരിവോ അതൊന്നും ആവശ്യമില്ല എന്നാണ് അവർ പറയുന്നത്. എല്ലാം അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആകെ ഈ 2 സാധനങ്ങൾ മാത്രം മതി കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നന്നായിട്ട് അപ്പോൾ ഞാൻ ചിക്കൻ്റെ പീസുകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഇതും ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൽ ഉപ്പുണ്ട്, നമുക്ക് പോരെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ ഉപ്പ് തികയാതെ വരുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഞാനിങ്ങനെയുള്ള ബിരിയാണി കൂട്ട് ആദ്യമായിട്ടാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ ഒന്നും അറിയില്ല, എങ്ങനെ ടേസ്റ്റ് ഉണ്ടാകുമെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കിയിട്ട് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഊറി വരും. ഒന്ന് വെറുതെ അടച്ചു കൊടുക്കാം കേട്ടോ. വിസിൽ വരേണ്ട ആവശ്യമില്ല. നന്നായിട്ട് വെള്ളം തിളച്ച് വരുന്നുണ്ട്, കണ്ടില്ലേ, ആ ചിക്കൻ്റെ വെള്ളം തന്നെ ഊറി വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഹാഫ് ബോയിലാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ 2 വിസിലും കൂടെ വെക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പിന്നെ ചിക്കൻ വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ കുതിർത്ത് വെച്ച അരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേറെ ഒരു മസാലയും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് അവർ പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ആ വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കുതിരാൻ വെച്ച വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് മസാലേൻ്റെ വെള്ളമാണല്ലോ, അപ്പോൾ അതും കൂടെ നന്നായിട്ട് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ 1.5 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ ഇത്. ഏകദേശം ഫുള്ളാകാനായി. അപ്പോൾ ഞാനങ്ങനെ നന്നായിട്ട് എല്ലാം ഇട്ട് കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ എന്താ പറയുക അരിയൊക്കെ ഒന്ന് ഒട്ടിപ്പിടിച്ചാലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നത്. അവരൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ രീതിയിലൊന്ന് എന്താ പറയുക പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 വിസിലിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ബിരിയാണി എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ബിരിയാണി നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഒട്ടലൊന്നുമില്ല. ചിക്കനൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാൽ മാത്രം മതി. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബൗളിലേക്ക് ആക്കിയിട്ട് ഇലയ്ക്ക് കൊട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ, എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് തീരെ ഇഷ്ടമായില്ല കേട്ടോ, കാശ് പോയത് മിച്ചം. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.